Hi dear friends, welcome back to our channel. ഇന്ന് നമ്മൾക്ക് ഒരു സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചൊരു സ്വീറ്റ് ഉണ്ടാക്കാം. നമുക്ക് സ്വീറ്റ് കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അതിനുവേണ്ടി ക്യാരറ്റ് ലഡുവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമായത് 3 ക്യാരറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി തൊലിയും കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കൊണ്ടുവരണം. പിന്നെ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. നെയ്യ് വേണം, 1/2 കപ്പ് ഷുഗർ വേണം, പിന്നെ 1/2 കപ്പ് പാല് വേണം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിങ്ങയുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് നമുക്ക് ഈ 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യണം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇത് കൊണ്ടുവരാം. ഇപ്പൊ നമ്മള് നമ്മൾ 3 ക്യാരറ്റ് എടുത്തത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിത് ഇനി നമ്മൾക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കാം. ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിക്കോട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒഴിച്ച നെയ്യ് ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ നെയ്യെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒന്ന് നല്ലോണം മൂത്തോട്ടെ. മൂക്കുന്ന വരെ നമ്മളൊന്ന് ഇത് മെൽറ്റാക്കി എടുക്കണം. നമ്മളിത് നല്ലോണം വഴറ്റിയെടുക്കണം. ഒത്തിരി ഞാൻ കരിഞ്ഞു പോലെ കാഷ്യൂ ഇട്ടൊന്നും ഒരു നല്ലൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മളിത് ഇതിനകത്തൊരു മുന്തിരിങ്ങ ഇടണം. ഇതിപ്പോ നമ്മൾ നല്ല ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ മുന്തിരിങ്ങ കൂടെ അതിലോട്ടിടാം. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നല്ലോണം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ കാഷ്യൂ ഈ മുന്തിരിയും കൂടെ നമുക്കിത് മാറ്റിയെടുക്കാം. മാറ്റിയൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇല്ല ഈ ഗോരി അല്ലെങ്കിൽ നമ്മുടെ ഈ കാഷ്യൂ ഒക്കെ അതിനകത്തിൽ കിടന്നിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ നെയ്യിലിട്ട് ഈ ക്യാരറ്റ് നല്ലോണം വഴറ്റണം. ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് നല്ലോണം വഴണ്ട് വരണം. ഇത് ക്യാരറ്റ് നല്ല ഈ ക്യാരറ്റ് നല്ല വഴണ്ട് വരുമ്പോൾ നമ്മുടെ ക്യാരറ്റിന്റെ കളറൊക്കെ നല്ലോണം മാറി വരും. അതായത് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. നമ്മൾക്ക് പിന്നെ നെയ്യ് വേണം. നെയ്യ് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷെ 2 ടേബിൾ സ്പൂൺ തന്നെ നെയ്യ് മതിയാവും കേട്ടോ. ഇപ്പൊ നമ്മൾ ഇട്ടിരുന്ന ക്യാരറ്റ് നല്ലോണം വഴണ്ടിട്ടുണ്ട്, വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് കാരണം നല്ല കളറിന്റെ ക്യാരറ്റിന്റെ ആ കളറൊക്കെ മാറി നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് ക്യാരറ്റ്. ഇനി നമ്മൾക്ക് എന്താ വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1/2 കപ്പ് പാല് നമുക്ക് ഈ ക്യാരറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോഴെല്ലാം ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ ക്യാരറ്റും പാലും കൂടെ ഇതിലിട്ട് നല്ലോണം വഴറ്റണം. നല്ലോണം വഴണ്ട് വന്നു കഴിയുമ്പം നമ്മുടെ പാലും ക്യാരറ്റോടെ ഇത് കിടന്ന നല്ല ടേസ്റ്റ് ആവും. നമുക്ക് ഈ നമ്മൾ ഒഴിച്ച പാലും ഈ ക്യാരറ്റോട് നല്ലോണം വെന്ത് വരുന്ന വരെ നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. നമ്മൾ കൈ എടുക്കരുത്, കാരണം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. മറ്റേ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നല്ലോണം അടുക്കി പിടിക്കും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. നല്ലോണം ഒന്ന് വഴണ്ടുമായിട്ട് അതുവരെ നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നമ്മൾ ഒഴിച്ചിരുന്ന പാലും ക്യാരറ്റും കൂടെ നല്ലോണം വഴണ്ട് വരുന്നുണ്ട്. നമ്മുടെ പാല് ശരിക്കും ഫുള്ളായിട്ട് ഇതായിട്ടില്ല, അബ്സോർബ് ആയിട്ടില്ല. ഇത് കുറച്ചു നേരം കൂടെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം.
എന്നാൽ മാത്രമേ അതിന് ഫുള്ളായിട്ട് അത് പാലും ക്യാരറ്റൂടെ ഫുള്ളി ആയിട്ട് അബ്സോർബ് ആയിട്ട് വരത്തുള്ളൂ. അതുവരെ നമ്മൾ ഇളക്കണം. ഇപ്പം നമ്മൾ ഒഴിച്ച പാലും ക്യാരറ്റൂടെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച പാലെല്ലാം അതിലോട്ട് പിടിച്ചിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ, 1/2 കപ്പ് ഷുഗർ നമുക്ക് ഇതിലോട്ടിടാം. എന്നിട്ട് ഇത് ഒന്ന് നമ്മൾ നല്ലോണം ഒന്ന് എല്ലായിടവും കൂട്ടി യോജിപ്പിക്കണം. എല്ലായിടവും ആയിട്ട് എല്ലായിടവും ഇളക്കണം. നമ്മളിത് ഇളക്കി എല്ലായിടവും എല്ലാ സൈഡിലോട്ടും അത് നല്ലോണം എത്തിച്ചിട്ട് നമുക്കിനി ആ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ തേങ്ങ, 1/2 മുറി തേങ്ങയും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടെ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. നല്ലോണം ഡ്രൈ ആവുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, ഏലക്കാപ്പൊടിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഷുഗർ പിന്നെ എല്ലാവരും നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഷുഗർ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച്. 1/2 കപ്പ് ഷുഗർ നല്ല പരുവാണ്. പിന്നെ നമുക്ക് ഷുഗർ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഇടാം. ഒരുമാതിരി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് നല്ല ഈ പാനിൽ നിന്ന് തന്നെ വിട്ടു വരുന്ന ഒരു സ്റ്റേജ് വന്നു. ഈ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നല്ലോണം ഇളകി വരും നമ്മുടെ ഫ്രൈയിങ് പാനിൽ തന്നെ. ആ സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല പാനിൽ നിന്ന് തന്നെ കണ്ടു ഉരുളുന്ന ഒരു സ്റ്റേജ് വന്നിട്ടുണ്ട് നമ്മുടെ. അതിന് നമുക്ക് ഇനിയിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ, കിസ്മിസും എല്ലാം കൂടെ അതിലോട്ടിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കി നല്ലോണം ഇതായി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് നമുക്കിട്ട് മാറ്റി വെക്കണം. നമുക്കിനി അത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചൂട് മാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. ഇനി നമുക്കിത് നമ്മുടെ കയ്യിൽ പിടിക്കത്തക്ക ചൂടാവുമ്പോൾ നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കത് പിടിച്ചു വെക്കാം. നമ്മുടെ ഈ ക്യാരറ്റിന്റെ കൂട്ട് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കൈക്ക് പിടിക്കത്തക്ക കുഴപ്പമില്ല. നല്ല തണുത്ത് ഒരുമാതിരി തണുത്തിട്ടുണ്ട്. ഇത്രയും തണുത്താൽ മതി. നമുക്ക് കുറച്ച് തണുത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ച് നമുക്ക് എന്റെ കൈക്ക് പിടിക്കത്തക്ക രീതിയിലുള്ള ചൂടേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ചെറിയ ചെറിയ ഉരുളയാക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ ഇച്ചിരി നെയ്യ് തടകാവുന്നതും കൂടാണ്. പക്ഷെ ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നെയ്യ് തടകാം. നമുക്ക് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഉരുള, നമ്മുടെ ആവശ്യത്തിന് ചെറിയ ഉരുളയാണെങ്കിൽ നമുക്ക് അതാ ഇഷ്ടമാണെങ്കിൽ ചെറുതാക്കാം. വലുതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സൗകര്യം പോലെ നമുക്കത് ചെറിയ ചെറിയ ഉരുളയാക്കി. ഞാനിപ്പോ ഈ ഒരു ചെറിയ ഇടത്തരം സൈസിലാണ് എടുക്കുന്നത്. നമുക്കിതുപോലെ നമുക്ക് ഓരോ ഉരുളയാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിൽ തടകിയിട്ട് നമുക്കിത് ഉരുള പിടിക്കാവുന്നതാണ്. നമുക്ക് ഞാൻ എല്ലാം ഈ മാവിലുള്ള എല്ലാം ഉണ്ടകളാക്കിയിട്ട് ഞാൻ കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ മെഷർമെന്റിന് നമുക്ക് ഇത്രയും ലഡുവാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ലഡു ഒത്തിരി ഇഷ്ടമാകും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു ലഡുവാണ്. നമ്മളത് ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു കളറും ചേർത്തിട്ടില്ല. നമ്മൾ ഈ ക്യാരറ്റിന്റെ കളർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യണം നോക്കണേ. കുറച്ച് മധുരം കുറച്ചിട്ടാലും നമ്മൾക്ക് നല്ലോണം അത് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ചാനൽ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.